ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ സേനയിലെ അംഗങ്ങളെന്ന മാത്യു കുഴൽനാടൻ MLA. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ നടത്തിയ പ്രസംഗം നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താനാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വയനാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ രാഹുൽ ഗാന്ധി ആക്രമിക്കുന്ന ഏത് നേതാവും സംഘപരിവാറിന്റെ മിത്രമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിണറായി വിജയൻ ഇന്ന് നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കുന്നതിൽ എനിക്ക് ഒരു അത്ഭുതവുമില്ല. കാരണം he is surviving at the mercy of Modi. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ രാജ്യത്ത് BJP-യും നരേന്ദ്രമോദിയും അമിത്ഷായും വേട്ടയാടാത്ത ഒരു പ്രതിപക്ഷ പാർട്ടിയും ഒരു പ്രതിപക്ഷ നേതാവുമില്ല. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ നിന്നും ജാമ്യത്തിലായി പുറപ്പെട്ടത്. EDയുടെ നോട്ടീസ് തലങ്ങും വിലങ്ങും പാറിയപ്പോ EDയും CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും ഈ രാജ്യത്തെ എല്ലാ നേതാക്കന്മാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും വേട്ടയാടിയപ്പോ അതിൽ നിന്നും എക്സെപ്ഷൻ കിട്ടിയ ഒരേ ഒരു നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ സംശുദ്ധനായതുകൊണ്ടാണോ? പിണറായി വിജയന്റെ അദ്ദേഹം കാണിക്കുന്നത് പോലെ കരങ്ങൾ ശുദ്ധമായതുകൊണ്ടാണോ? മടി കടമില്ലാത്തതുകൊണ്ടാണോ? എണ്ണി പുറത്തു വന്ന തെളിവുകളുണ്ടല്ലോ. ഞാനടക്കം കൊണ്ടുവന്ന ഞാനത് ഗവേഷണം നടത്തിയ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ പറയാം. ഏതൊരു സാധാരണ പൗരനും മനസ്സിലാവുന്ന പച്ചയായ അഴിമതിയാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. മോഡി പിണറായി ഒരേ ശൈലിയിലാണ്. സംഘപരിവാറും BJPയും മോദിയുമാണ് രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തിക്കാട്ടുന്ന പ്രസ്താവനകൾ നടത്തുന്നത്. പ്രതിപക്ഷത്തു നിന്നും രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തിക്കാട്ടി പ്രസംഗിക്കുന്ന ഏക നേതാവ് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. രാഹുൽ ഗാന്ധി മോശക്കാരനും കഴിവ് കെട്ടവനാണെന്നും കാണിക്കാനാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രമിച്ചത്. ഇതിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. ന്യൂനപക്ഷങ്ങളുടെ മാത്രം പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കാനും ശ്രമം നടത്തി. നരേന്ദ്രമോദിക്കും BJPക്കും സംഘപരിവാറിനും രാജ്യത്തെ ഏക പേടിയുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അനിവാര്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ 20 സീറ്റും UDF നേടുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. സ്നേഹത്തിന്റെ കട തുറക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് ചോഡോ യാത്ര കോൺഗ്രസിന് രാജ്യത്ത് വലിയ ജനപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി ഇതിന്റെ പ്രതിഫലനമുണ്ടാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നേതാവ് കടന്നുവന്ന് ഇങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെ പദയാത്രയായി കടന്നുപോയി, കാൽനടയായി കടന്നുപോയി. ചെറിയ കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഒരു ലോക രാജ്യങ്ങളിലും ഇതുപോലൊരു രാഷ്ട്രീയ യജ്ഞം നടന്നിട്ടില്ല. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഈ രാജ്യം താണ്ടിയത് ഈ രാജ്യത്ത് സ്നേഹത്തിന്റെ കട തുറക്കണം എന്നാഗ്രഹിച്ചിട്ടാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിലടിക്കാതെ പണ്ട് അന്ന് കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യ സമരകാലത്ത് എപ്പോഴൊക്കെ ഈ രാജ്യത്തിന്റെ മുമ്പിലും മൂലയിലും കലാപം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ശാന്തിയുടെ സന്ദേശവുമായി മഹാത്മാഗാന്ധിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഓടിയെത്തിയതുപോലെ ഈ രാജ്യത്തെ നെടുകെ പിളർക്കാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ ഈ രാജ്യം മുഴുവൻ നടന്ന ഒരു നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്നത്. ഇതിനപ്പുറം എന്താണ് ഒരു നേതാവിന് ചെയ്യാൻ കഴിയുക? പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും രാഹുൽ ഗാന്ധിയുടെ അധ്വാനം പാടാറില്ല എന്ന് തന്നെയാണ്. നിലമ്പൂർ OCK ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ നിയോജക മണ്ഡലം കൺവീനർ CH ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. AP അനിൽകുമാർ MLA, KNA ഖാദർ, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൗക്കത്ത്, ആലിപ്പറ്റ ജമീല, മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം KT കുഞ്ഞാൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, VA കരീം, NA കരീം, TP അഷ്റഫ് അലി, P പുഷ്പവല്ലി, പാലോളി മെഹബൂബ്, തോപ്പിൽ ബാബു, A ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.